ഇന്നലെ ഒരു മീൽസിന് 40 രൂപയായിരുന്നല്ലോ. ഇങ്ങനെ കൂട്ടിക്കൊണ്ട് ഇതിനു വേണ്ടി വേറെ ലോൺ എടുക്കേണ്ടി വരും. ഇത് കുപ്പി കൂട്ടത്തിൽ ആവേശക്കാരൻ ഇവനാണ്. Module 5. Ready ആയിട്ടുണ്ട്. Student notes. 10 രൂപ. Module 5. ഉമ്മക്കുട്ടിക്ക് 1, ദർശിനിക്ക് 1. അല്ലേ? കയ്യിലിത്തിരി കുരുത്തക്കിടക്ക ഉണ്ടെങ്കിലും മനസ്സ് ശുദ്ധാണ്. ഇത് റോക്സ്റ്റാർ ഗൗതം, ഗുരു ഓസ്റ്റിൻ. ചേട്ടന് ഇത് എന്ത് പറ്റി? വീട് ജപ്തിയായെന്ന് തോന്നുന്നു. അതിന്റെ സങ്കടത്തിലാ. വാ ജ്യൂസ് വാങ്ങിത്താ. കോളേജിലെ ഒട്ടുമിക്ക പെമ്പിള്ളാരും ഗൗതമിന്റെ പുറകെ ആണെങ്കിലും ഗൗതമിന്റെ റോക്സ്റ്റാർ ദേവുട്ടിയാണ്. ഇന്ന് റിഹേഴ്സലില്ലേ? എന്താ ഈ ബാറ്റ് വെട്ടി പൊട്ടിച്ചിട്ട്? അത് കൊച്ചി മെട്രോ, ഇത് സ്മാർട്ട് സിറ്റി. ഇത് എങ്ങനെയും നടത്തിയെടുക്കാം, പക്ഷെ അത് ഒരു ചാൻസും കാണുന്നില്ല. വരുൺ കലിപ്പിലാണ്. പട്ടാളക്കാർക്കില്ലാത്ത ഡിസിപ്ലിനും പോലീസുകാർക്കില്ലാത്ത മുൻചുണ്ടിയുമുള്ള വരുണെ ബാക്കി എല്ലാവർക്കും പേടിയാണ്. വരുണേ, C++ മോഡ്യൂൾ ഫയറിങ്ങിട്ടുണ്ട്. ഒരു കോപ്പി ചെയ്തിട്ടെ. എത്രയോ? അത് സത്യം പറഞ്ഞാൽ 4 രൂപ 10 വിൽക്കുന്നേ. നീ 4 രൂപ മതി, കുഴപ്പമില്ല. വേണ്ട, 10 തന്നെ വെച്ചോ. ഇൻഡസ്ട്രിയൽ റെവല്യൂഷനോ? എന്താ കമ്മ്യൂണിസ്റ്റാ? ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ കമ്മ്യൂണിസം തമ്മിൽ എന്താടാ ബന്ധം? നിങ്ങളുടെ IV അപ്രൂവ് ആയിട്ടുണ്ട്. ഈ മാസം 28 മുതൽ 31 വരെയാണ് ഡേറ്റ്. 28 മുതൽ 31 വരെ. അപ്പൊ ലാസ്റ്റ് ദിവസം ന്യൂ ഇയർ ഇത് പൊളിക്കും. 4 ദിവസം ഒള്ളി സൗത്ത് ഇന്ത്യ. ഒരു ഇൻഡസ്ട്രി എങ്കിലും വിസിറ്റ് ചെയ്തിരിക്കണം. ആരാണ് നിങ്ങളുടെ ഇടയിലെ ഓർഗനൈസർ? ഇപ്പൊ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. ഐവിക്ക് പോകാനുള്ള പ്ലാനിങ്ങിന്റെ ടെൻഷനിലാണ് വരുൺ. വാഷിംഗ്ടൺ DC വിയ മിയാമി ബീച്ച്. ഇമാർക്കൊന്നും മതിയാലടാ. എന്താടാ ഇതൊക്കെ? അരുണാചൽ പ്രദേശ് അതിവിടെ അടുത്താണല്ലോ. അത് ആന്ധ്രാപ്രദേശാണോ? നേരായി. ഞാൻ തന്നെ വേണല്ലേ? ഇതെന്റെ അല്ലേ? ഇതെങ്ങനെ ഇവിടെ എത്തി? ഹിമാലയ്ക്ക് എന്താണ് ഒരു കുറവ്? ഹിമാലയ സൗത്ത് ഇന്ത്യയിലാണോ? അല്ലേ? ഹിമാലയത്തിൽ എവിടെയാണ് ഇൻഡസ്ട്രി? ഇല്ലേ? 4 ദിവസം കൊണ്ട് ഹിമാലയ പോയതാടാ. പറ്റില്ലേ? കൊള്ളാം. അവിടെ ക്ലിക്ക് ചെയ്യാ. അവിടെ നിന്റെ ബാക്കിൽ കുപ്പി. എന്താടാ നിനക്കൊരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെ? സാധാരണ നീ കുപ്പിനൊന്നും അടുപ്പിക്കാറില്ലല്ലോ. കഴിഞ്ഞ 3 ദിവസമായിട്ട് അവൾ ആബ്സെന്റ്. അതിന്റെയാ. പിന്നെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണല്ലോ. എടാ, കോളേജ് തുടങ്ങിയിട്ട് സെമസ്റ്റർ 3 കഴിഞ്ഞു. ഇവനാണെങ്കിൽ അവളോടൊന്നും മിണ്ടിയിട്ട് പോലും ഇല്ല. എനിക്കൊരു നല്ല ചാൻസ് കിട്ടിയിട്ടില്ല. അതാ ഇപ്പൊ കൊന്നേനെ ഞാൻ അവനെ. വല്ല ആറ്റിറ്റ്യൂഡ് കാണിച്ചിടക്കണ പെണ്ണാണെങ്കിൽ സമ്മതിക്കാം. അത്രയും ലുക്ക് ഉണ്ടായിട്ടും അതിൻ്റെ ഒരു ജാടയില്ലാത്തൊരു പാവം പെൺകുട്ടി. എടുക്ക്, ഫോൺ എടുക്ക്. അവിടെ നമ്പർ ഉണ്ട്, ഒന്ന് വിളിക്ക്, ഒന്ന് മെസ്സേജ് എങ്കിലും ചെയ്യടാ. അങ്ങനെ കണ്ണി കണ്ട ചെക്കന്മാരെ പോലെ ഇഷ്ടമുള്ള പെണ്ണിന്റെ നമ്പർ എവിടെന്നെങ്കിലും ഒപ്പിച്ച് അങ്ങോട്ട് മെസ്സേജ് ചെയ്ത് ശല്യപ്പെടുന്ന ഈ ചീപ്പ് പരിപാടി ഉണ്ടല്ലോ, അതിനൊന്നും എന്നെ കിട്ടില്ല. അവളുടെ നമ്പർ അവൾ തന്നെ എനിക്ക് തരും. നോക്കിക്കോ. ആരാ ഇത്? നിന്റെ അപ്പയ്ക്ക്. എടാ ദിയ. നടന്ന പോലെ തന്നെ. ഈ ചെക്കന് വേറെ ആരെയും കിട്ടിയില്ലേ? നമ്മുടെ കോളേജിലെ ഏറ്റവും ഫേമസ് കപ്പിൾസ് ആരൊക്കെ? ബോബൻ സാറും മോളി ചേച്ചി. കറക്റ്റ്. അവരെങ്ങനെ സെറ്റായെന്നറിയോ? ഫസ്റ്റ് ഇയർ IV. അവർ മാത്രമല്ല, നമ്മുടെ കോളേജിലെ ഒട്ടുമിക്ക കപ്പിൾസിന്റെയും തുടക്കം IV തന്നെ. സീനിയർ അതിന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയാണെന്ന് വെച്ചോ, ഈ ക്ലാസ് ആവുമ്പോ അറ്റൻഡൻസ്, സെമിനാർ, ലാബ്, എക്സാം, മറ്റൊന്നിനും സമയം കിട്ടില്ല. മറ്റൊന്നിനും സമയം കിട്ടുന്നില്ല. പക്ഷെ ടൂറിന് പോകുന്ന 4-5 ദിവസം ഉണ്ടല്ലോ, ദിയോട് സംസാരിക്കാൻ ഒരു ചാൻസ് ആണ് നീ നോക്കുന്നെങ്കിൽ IV-യെക്കാട്ടിലും നല്ലത് വേറെ കിട്ടില്ല. എവിടെ പോയാലും ശരി കാണാൻ എന്തെങ്കിലുമൊക്കെ വേണം. ഒരു ഫോർട്ട്, ഒരു പാലസ്, ഒരു മ്യൂസിയം, എല്ലാം ഒന്ന് കളർഫുൾ ആയിരിക്കണ്ടേ? പക്ഷെ ഒരു ബീച്ചും കൂടെ ഉണ്ടെങ്കിൽ നല്ല രസമായിരിക്കും. ക്യാമ്പ് ഫയർ, മ്യൂസിക്, സൺസെറ്റ്. It will be so nice. ഇതൊക്കെ മതിയായിരുന്നെങ്കിൽ നിനക്ക് വീട്ടിൽ നിന്ന് ഡിസ്കവറി ചാനൽ കണ്ടാ പോരുന്നോടാ.
കുടുംബത്തിൽ പിറന്ന കോളേജൊക്കെ 10-15 ദിവസം ഐ ബി കൊടുക്കുമ്പോൾ നമ്മുടെ കൂറ കോളേജാകെ 4 ദിവസം നിൽക്കണം. 4 ദിവസം. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ. എടാ നമുക്ക് നല്ല പാർട്ടി സ്പോട്ടിൽ തന്നെ പോണം. പക്ഷേ പാലസ്, റേവ്, ബീച്ച് എല്ലാം കൂടി ഒരു സ്ഥലത്ത് നടക്കത്തില്ല. ശരിയാ. പക്ഷെ 2 സ്ഥലം കൊണ്ട് നടക്കും. അപ്പൊ ഫ്രണ്ട്സ്, നമ്മുടെ കോളേജ് ലൈഫിലെ ആദ്യത്തെ ഐവിയുടെ ടൂർ പ്ലാൻ പ്രസന്റ് ചെയ്യാനാണ് ഞാനിപ്പോ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. Okay, now we wanted to give you the best possible views. അതിമനോഹരമായ അത് സോറി, പക്ഷേ ഇതിലും മനോഹരമായ വിഷ്വൽസ്, വേൾഡ് ഫേമസ് പാലസുകൾ, ഹിസ്റ്റോറിക്കൽ ഫോർട്ട്സ്, സൗത്ത് ഇന്ത്യൻ കൾച്ചർ അറ്റ് ഇറ്റ്സ് ബെസ്റ്റ്. നമ്മുടെ ഐവിയുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ പണ്ട് ഹിസ്റ്ററി ടെക്സ്റ്റ് ബുക്കുകളിൽ നമ്മൾ പഠിച്ച വിജയനഗര എംപയറിന്റെ ക്യാപിറ്റൽ ആയിരുന്ന ഹംപിയാണ്. കമ്പി അല്ലടേ, ഹംപി. ഇതൊരു തീർത്ഥാടനമായിട്ട് തീരോ? ഞാനിപ്പോ മലയ്ക്ക് പോയി വന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ ഹംപിയിലേക്ക് മാത്രമല്ല പോകുന്നത്. 2 ദിവസത്തെ ഹംപി ടൂർ കഴിഞ്ഞ് നമ്മൾ നേരെ വിടുന്നു ഇന്ത്യയുടെ തന്നെ പാർട്ടി ക്യാപിറ്റലിലേക്ക്. ഐ വി ഡെസ്റ്റിനേഷൻ നമ്പർ 2, ഗോവ. 2 days in Hampi, 2 days in Goa. We are gonna have a blast, guys. ഏയ്, ഇതൊന്നും ഇവിടെ നടക്കില്ല. ഗോവ എങ്ങനെയാ സൗത്ത് ഇന്ത്യയിലാകുന്നത്? Of course, sir. ടെക്നിക്കലി സ്പീക്കിംഗ് ഈ നോർത്ത് ഇന്ത്യ സൗത്ത് ഇന്ത്യ എന്നൊരു ഡിവിഷൻ ഇല്ല. ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ ഗോവ സൗത്ത് ഇന്ത്യയിലാണ്. ഹംപിയിലും ഗോവയിലും ഏത് ഇൻഡസ്ട്രിയിലാണ് നിങ്ങൾ പോകുന്നത്? സർ, ഇൻഫോസിസ്, കോഗ്നിസെന്റ്, എക്സൽസോഫ്റ്റ്, ആബസോഫ്റ്റ്, LNT ഇതുപോലെ 50-ൽ പരം ഇൻഡസ്ട്രീസ് മൈസൂരിലുണ്ട് സർ. മൈസൂർ ഓൺ ദ വേ ആണ്. ട്രസ്റ്റ് മീ സർ, ഞങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസിന് ഇതൊരു പെർഫെക്റ്റ് ഐ വി ആണ്. ഈ 4 ദിവസം കൊണ്ട് എങ്ങനെ നിങ്ങൾ ഇവിടെയൊക്കെ തിരിച്ചു പോയിട്ട് വരും? സർ, 27th വരെ ക്രിസ്മസ് ഹോളിഡേസ് ആണ്. 28th മുതൽ 31st വരെ ഞങ്ങൾ ഐവിക്ക് വേണ്ടി ലീവ് എടുക്കുന്നു. ഫസ്റ്റ് സൺഡേ ആണ്. സോ ബേസിക്കലി 4 ദിവസം ലീവ് എടുത്താൽ ഞങ്ങൾക്ക് 6 ദിവസം കിട്ടും. എച്ചോടി സർ, എല്ലാം ഓക്കെ അല്ലേ? അപ്രൂവ്ഡ്. സാറേ, ഇവരെ ഗോവയ്ക്ക് വിടാൻ പറ്റത്തില്ല സാറേ. അപ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല ഇവിടെ സാറേ. പറയട്ടെ. Okay, now we have a special surprise. ഐവിയുടെ ലാസ്റ്റ് ദിവസം 31st രാത്രി ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ പോകുന്നു ഇന്ത്യയുടെ തന്നെ ബിഗ്ഗസ്റ്റ് പാർട്ടിയിലേക്ക്. സൺഡൗൺ പാർട്ടി.